പരാജയപ്പെട്ട ചേലക്കരയിലെ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോളിംഗ് സെന്ററിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ് എന്ന് മനസ്സിലാകുന്നു. പരാജയപ്പെട്ട രമ്യ ഹരിദാസ് രണ്ടാം അംഗത്തിലും പരാജയപ്പെട്ട രമ്യ ഹരിദാസ് പക്ഷേ അത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയുടെ ലേബലിലല്ല. പകരം ഇത് ഇടതുപക്ഷ സർക്കാരിന്റെ പോക്കറ്റിൽ ഭരണവിരുദ്ധ വികാരമില്ലാത്തത് കൊണ്ട് ജയിച്ചു എന്നുള്ള കണക്ക് കൂട്ടലും അവകാശവാദവും ഇടത് നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് ചേലക്കരയിൽ നടന്നത് സർക്കാരിനെ വിലയിരുത്തൽ, പാലക്കാടുണ്ടായത് അതിനപ്പുറം. രമ്യ ഹരിദാസ് രമ്യ ഹരിദാസ് പ്രതികരിക്കാതെ മടങ്ങുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. രമ്യ ഹരിദാസ് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പുറത്ത് CPM പ്രവർത്തകരുടെ വലിയ പ്രകടനമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിലൂടെയാണ് രമ്യ ഹരിദാസിന്റെ വാഹനം കടന്നു പോകുന്നത്. CPM പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനം പുറത്തുണ്ട്. ഇതിനിടയിലൂടെ അവർ കടന്നു പോവുകയാണ്, അവരെ കടത്തിവിടുകയാണ്. നോക്കൂ, രമ്യ ഹരിദാസിന്റെ വാഹനം കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും രാഷ്ട്രീയ പോരാട്ടമായിരുന്നു ചേലക്കരയിൽ നടന്നത്. അതിൽ പരാജയപ്പെട്ട രമ്യ തിരിഞ്ഞു പോകും. ഒരു ആഹ്ലാദ പ്രകടനമൊക്കെ നടക്കുന്നുണ്ടോ? ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം പാലക്കാട് ഉണ്ടായി നിരാശ മറികടക്കാൻ ചേലക്കര തന്നെയാണ്. 14ാം റൗണ്ടിലെ കണക്ക് കൂടി പുറത്തു വരുന്നു. അവിടെ UDF-നാണ് അപർണ ലീഡ്. 14ാം റൗണ്ട് മാത്തൂരാണെന്ന് തോന്നുന്നു അല്ലേ? മാത്തൂർ പഞ്ചായത്താണ്. അവിടെ LDF-ന് ശക്തി കേന്ദ്രമെന്ന് പറഞ്ഞിരുന്നു. അവിടെ പക്ഷേ BJP 363 ഒതുങ്ങുന്നു. UDF 1033 വോട്ടുകൾ നേടുന്നു. LDF 889. അതായത് LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ വെള്ളിക്കൊടി പാറിച്ചു. 12,724 വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കുമ്പോൾ 14ാം റൗണ്ടിൽ LDF-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുന്നിലാണ്. അതായത് എല്ലാ മേഖലകളിലും ന്യൂനപക്ഷ മേഖലകളിൽ അടക്കം പരമ്പരാഗത വോട്ടുകളും LDF-ന് എങ്ങനെ പോയി? കാർഷിക മേഖലയിലെ, ഗ്രാമീണ മേഖലയിലെ വോട്ടുകൾ LDF-ന് എങ്ങനെ പോയി? മാത്തൂർ അടക്കമുള്ള പഞ്ചായത്തുകളിൽ LDF-ന് എങ്ങനെ പരമ്പരാഗത വോട്ടുകളിൽ വിള്ളലുണ്ടായി? അത് ഈ സ്ഥാനാർത്ഥി നിർണയമായിട്ട് ബന്ധപ്പെട്ട വിഷയമായിരുന്നു. ഒരു തരത്തിലുള്ള വിഷയവുമില്ല, ആശയക്കുഴപ്പവുമില്ല എന്ന് പറഞ്ഞെങ്കിലും NN കൃഷ്ണദാസ് അടക്കമുള്ളവരുടെ പ്രതികരണങ്ങളൊക്കെ CPM സംസ്ഥാന നേതൃത്വം പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു.